ശ്രീ പത്മനാഭന്റെ സ്വർണ്ണവിളക്ക് വെള്ളിയായി. വൈരനാമം തിരിച്ചെത്തിയില്ല. കണ്ണടച്ച് ക്യാമറകൾ. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗുരുതര വീഴ്ചകൾ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വജ്രാഭരണമായ വൈരനാമം കൊണ്ടുപോയി 6 മാസം കഴിഞ്ഞിട്ടും തിരികെ എത്തിച്ചിട്ടില്ലെന്നും ക്ഷേത്രത്തിലെ പല തട്ടുകളുള്ള സ്വർണ്ണവിളക്ക് അറ്റകുറ്റപ്പണിക്കെന്ന് പറഞ്ഞു കൊണ്ടുപോയി പകരം വെള്ളിവിളക്ക് സ്ഥാപിച്ചുവെന്നും സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്. ഈ നടപടി രേഖകളിലില്ല. ഗണപതി വി അയ്യർ, രാജേഷ് കരക്കൂട്ടം, ജിം അരുൺ, കോട്ടുകാൽ ഷൈജു, പത്മേഷ് പരശുരാമൻ, വിമാന കമ്പനി ജീവനക്കാരനായ അശോക എന്നിവർ ഒരു പരിശോധനയും കൂടാതെ ക്ഷേത്രത്തിൽ കയറിയിറങ്ങുകയാണ്. ഇവർ കവടിയാർ കൊട്ടാരത്തിലെ സ്ഥിരം സന്ദർശകരും രാജകുടുംബാംഗമായ ആദിത്യവർമ്മയുടെ അടുപ്പക്കാരുമാണെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രവേശനത്തിൽ സുരക്ഷാ വീഴ്ച ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ട്രഷററുടെ ഓഫീസിലും വെഹിക്കിൾ ഷെഡുകളിലും സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവും വെള്ളിയും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും അടിയന്തരമായി സ്ട്രോങ് റൂമിലേക്ക് മാറ്റണമെന്ന് DGP ശുപാർശ ചെയ്തു. ഭക്തർ നൽകുന്ന കാണിക്ക അളവും തൂക്കവും എണ്ണവും രേഖപ്പെടുത്തി ലോക്കറുകളിൽ സൂക്ഷിക്കണം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും സ്ഥാനമാനങ്ങൾ നോക്കാതെ കർശന സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ശുപാർശയുണ്ട്. അമൂല്യ നിധിശേഖരമുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സുരക്ഷയ്ക്ക് പോലീസിന്റെ പ്രത്യേക വിഭാഗമുണ്ടെങ്കിലും ഗുരുതര വീഴ്ച സംഭവിക്കുന്നത് വിശദീകരിച്ചാണ് DGPയുടെ റിപ്പോർട്ട്. രാജകുടുംബാംഗങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ചെമ്പകത്തുമൂട് വഴിയിലൂടെ മറ്റു വ്യക്തികൾ സുരക്ഷാ പരിശോധന കൂടാതെ ഉള്ളിൽ പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും ഗുരുതര വീഴ്ചയാണ്. നിരീക്ഷണ ക്യാമറകളിൽ ചിലത് പ്രവർത്തിക്കാത്തതും ദുരൂഹമാണ്. ശ്രീകോവിലിൽ സ്വർണം പതിപ്പിക്കാനായി കൊണ്ടുപോയതിൽ 13 ഗ്രാം സ്വർണ്ണക്കമ്പി കാണാതായതിനെ തുടർന്ന് ക്യാമറകൾ പരിശോധിച്ചെങ്കിലും തുമ്പ് ലഭിച്ചില്ല. ശ്രീകോവിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളിൽ ചിലതും പ്രവർത്തിക്കുന്നില്ലെന്നാണ് വിവരം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരടക്കം ഒട്ടേറെ ഭക്തർ ക്ഷേത്ര ദർശന ടിക്കറ്റിന്റെ മറവിൽ കബളിപ്പിക്കുന്നതായും ആരോപണമുണ്ട്. 100 രൂപയുടെയും 500 രൂപയുടെയും ടിക്കറ്റുകൾ വ്യാജമായി അച്ചടിച്ചാണ് ഭക്തരെ ചതിക്കുന്നത്. ക്ഷേത്രം നിയോഗിച്ചാണെന്ന വ്യാജേന സംഘത്തിനൊപ്പം തട്ടിപ്പുകാരിലെ ഒരാളും ക്ഷേത്രത്തിലേക്ക് കടക്കും. ശേഷം ഭക്തരെ ഒഴിവാക്കി മുങ്ങും. കിഴക്കേ നട കേന്ദ്രീകരിച്ചാണ് കൂടുതലും തട്ടിപ്പ് നടക്കുന്നത്. ഇവിടെയുള്ള പോലീസ് എയ്ഡ് പോസ്റ്റ് നിർജീവമാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ച പോലീസ് റിപ്പോർട്ട് അടിസ്ഥാനരഹിതവും ക്ഷേത്രത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്നതും ആണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. ക്ഷേത്രം 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലാണ്. സുരക്ഷാ വിഭാഗത്തെ അറിയിച്ച ശേഷം മാത്രമാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരെയും പരിശോധിച്ച ശേഷം മാത്രമാണ് ഉള്ളിലേക്ക് കടത്തുന്നത്. ഏതെങ്കിലും വസ്തു മോഷ്ടിക്കുകയോ ദുർവിനിയോഗം ചെയ്യുകയോ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു.